അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസം എത്തിയിരിക്കുവാണ്. ഇന്നത്തെ എപ്പിസോഡാണ് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5ൻ്റെ ഫൈനൽ എപ്പിസോഡ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ ബിഗിനിങ് ഓഫ് ദി എൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പിന്നെ നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് തന്നുകൊണ്ട് തന്നെ ഏകദേശം 90ഓളം എപ്പിസോഡും 200-ൽ പരം ചാപ്റ്റേഴ്സും നമ്മൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സീസണായുള്ള സീസൺ 6 റിലീസ് ആകുന്നിടത്ത് മാത്രമേ എനിക്കത് നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ലൈറ്റ് നോവൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ മേലേന്ന്. ഗൈസ്, ലൈറ്റ് നോവലിലേക്ക് ഞാൻ ചൂടെടുത്ത് വെക്കുന്നേ ഉള്ളൂ, അതൊന്നും ശീലമായിട്ടില്ല. സോ ഇപ്പം തന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കുളമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ സീസൺ 6 വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ പറയത്തുള്ളൂ. വരാൻ നേരത്ത് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾ അറിയിച്ചുകൊണ്ട് വീക്ക്ലി സോളോ ലെവലിംഗ് റാങ്ക് റോക്ക് ചെയ്തപോലെ നമ്മൾ അതും ചെയ്യുന്നതായിരിക്കും. എന്തായാലും അടുത്ത 2 ദിവസം കൊണ്ട് ബ്ലാക്ക് ക്ലവർ നമ്മൾ കംപ്ലീറ്റ്ലി കോട്ടപ്പ് ആകുന്നതായിരിക്കും. അതിനുശേഷം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മാൻഹോ അല്ല, ഈവൻ സോളോ ലെവലിങ്ങിനെക്കാട്ടും ദി ബിഗിനിങ് ഓഫ് ദി എൻഡിനെക്കാട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാൻഹോ ഉള്ള നാനോ മെഷീനായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങാൻ പോകുന്നത്. ലുക്കിസം നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിൽ കൂടി ലുക്കിസത്തിനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടത് നാനോ മെഷീനാണ്. സോ നാനോ മെഷീൻ തന്നെയായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും അധികമൊന്നും പറഞ്ഞ് ഞാൻ ആരെയും പൊറടിപ്പിക്കുന്നില്ല. ഇത്ര നാൾ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ താങ്ക്സ് പറയുവാണ്. പിന്നെ ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾ നാനോ മെഷീനും എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കണം. കാര്യം ഈ ഒരു സീരീസിൻ്റെ കാര്യം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് നാനോ മെഷീൻ തന്നെയാണ്. സോ അതൊന്നും പറഞ്ഞ് ഇനി ഞാൻ ആരെയും പൊറടിപ്പിക്കുന്നില്ല. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാത്തവർ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തെടുത്തോ. നമ്മൾ നേരെ നല്ല വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് എമിലി എന്തൊക്കെയെന്ന് എഴുതുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹെസർ പറയുകയും ചെയ്യും, അല്ല ഇനി ഇന്ന് വൈകുന്നേരം ആരായിരിക്കും ചെലവ് ചെയ്യാനായിട്ട് പോകുന്നത്? അതുകൊള്ളാം, അത് ആ കോമ്പറ്റീഷനിൽ തോറ്റ ആളല്ലേ? ആ സമയത്ത് ക്യാമസ് പറയുകയും ചെയ്യും, അല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബഹഡ് വേണം നമുക്ക് എല്ലാവർക്കും ചെലവ് ചെയ്യാനായിട്ട്. കാര്യം ബഹഡാണല്ലോ ആദ്യം ഔട്ടായത്. ശരിയാണ്, ക്യാമസിനോട് ഞാൻ യോജിക്കുന്നു. അതേസമയം ക്യാദിലിന് പറയുന്നത് ഞാൻ യോജിക്കുന്നു. എന്ത്? അല്ലല്ല, ഇതുപോലെ ഇത് നിങ്ങൾ വോട്ട് ചെയ്യുന്നതാണ്, ഇതെല്ലാം നമുക്കിവിടെ ആവശ്യം. അപ്പോഴാണ് ആർത്തർ ചോദിക്കുന്നത്, അല്ല താങ്കൾ എന്താണ് ഇത്രയും നാൾ ലൈറ്റ്നിങ് യൂസ് ചെയ്തത്? ഇന്നത്തെ ഫൈറ്റിലായിരുന്നല്ല ലൈറ്റ്നിങ് യൂസ് ചെയ്തത്. ഞാനത് അധികം ഒന്നും യൂസ് ചെയ്യാറില്ല, കാര്യം നല്ല മാൻ ആവശ്യമുണ്ട്. പിന്നെ ഇവന്മാരൊക്കെ ഇപ്പോൾ ബാക്കപ്പ് ആയിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത് തന്നെ. ഈ സമയത്താണ് എമിലി പറയുന്നത്, അപ്പോൾ എല്ലാവരും കേട്ടല്ലോ, എല്ലാവരും വെയിറ്റ് ചെയ്ത സമയമായിട്ടുണ്ട്. എന്തായാലും അല്ലസിൻ്റെ സഹായത്തോടു കൂടി ആർത്തറിൻ്റെ മാനഫോളോ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജനറൽ ആർത്തറിൻ്റെ, പ്രിൻസസ് കാദിലിൻ്റെ, എർൽ ക്യാമസിൻ്റെ, ഹെസ്റ്ററിൻ്റെ, ബഹഡിൻ്റെ എല്ലാവരുടെയും തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായി എടുത്തിട്ടുണ്ട്. സോ ഇനി എന്തായാലും അതായിരിക്കും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഏകദേശം 300 പാർട്ടിസിപ്പൻറ്റിനെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് കണക്കാക്കിയത്. അത് മാത്രമല്ല ഇപ്പോഴും ഡേറ്റസ് ഒക്കെ കിട്ടുന്നേ ഉള്ളൂ. പിന്നെ ജനറൽ വേറിയനെ പോലെ പല ലാൻഡ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ഈ ഡേറ്റ കംപ്ലീറ്റ്ലി കറക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഡേറ്റിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് ചിലപ്പോൾ റോ ഉള്ള ഔട്ട്പുട്ടൊക്കെ കൊടുക്കാൻ സാധിക്കും. സോ ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട. അല്ല ഈ പെണ്ണിത് എന്താണ് പറയുന്നത്? എന്തായാലും എൽഡർ ബഹഡിനെ വെച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. എൽഡർ ബഹഡിലെ ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ളത്, സോ എൽഡർ ബഹഡിന്റെ FP എന്ന് പറയുന്നത് ഒരു ആവറേജിനെ വെച്ച് നോക്കാൻ നേരത്ത് 93%. 93%? അതിനർത്ഥം എന്നെക്കാട്ടും മികച്ച 93% ആൾക്കാർ ഇവിടെ ഉണ്ടെന്നാണോ? എടാ പൊട്ട, നിന്നെക്കാട്ടും മികച്ചായിട്ട് ഇനി 7% ആൾക്കാർ ഇവിടെ ഉള്ളതെന്നാണ്. ഓ അങ്ങനെയാണ്, എനിക്കറിയാം. ഞാൻ പിന്നെ ഈ ഡേറ്റ പൂളി സ്മോൾ ആയതുകൊണ്ട് തന്നെ പിന്നെ സെർട്ടനുള്ള ഡെമോഗ്രാഫിക് ചേഞ്ചസ് ഒക്കെ ഉള്ളത് കാരണം തന്നെ ഇത് മോസ്റ്റ്ലി ആക്യുറേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് എൽഡർ ക്യാമസിനെ നോക്കാം. അദ്ദേഹത്തിൻ്റെ 95%. ഇനി എൽഡർ ഹെസറിനെ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പുള്ളിക്കാരുടെ 97%. എന്താണ് നിനക്കെല്ലാം പറയാനുണ്ടോ? അവൾ പറഞ്ഞിട്ടല്ലോ ഇതെല്ലാം കംപ്ലീറ്റ്ലി ആക്യുറേറ്റ് അല്ലെന്നാണ് അവൾ പറഞ്ഞത്. ഓ ശരി. ഇനി പ്രിൻസസ് കാദിലിൻ, താങ്കളുടെ FP എന്ന് പറയുന്നത് വേണ്ട, എനിക്കത് അറിയണമെന്നില്ല. ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്നെ സഹായിക്കാൻ പോകുന്നില്ല. ഓ അതെന്തായാലും കൊള്ളാം. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ ആർത്തറാണ്. ജനറൽ ആർത്തർ, താങ്കളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 92. നിനക്ക് വളരാൻ ഇനി സമയമുണ്ട്. പിന്നെ എൻ്റെ FP നിന്നെക്കാട്ടും കൂടുതലൊന്നും മറക്കണ്ട കേട്ടാ. ശരിയാണ്, സമ്മതിച്ച്. അത് ശരിയാണ്, അവൻ്റെ കയ്യിൽ നിന്ന് ആദ്യം അടി കൊണ്ട് താഴെ വീണവൻ തന്നെയാണ് ഈ കിടന്ന് പറയണത്. ഡി ഞാൻ അതേ ഒന്നുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ല. അതൊക്കെ മതി. അല്ല മിസ് അലനിസ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? കഴിഞ്ഞ 2 മാസമായി ആർത്തറിനെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. സോ അതിലെന്തെങ്കിലും ബലമുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ 2 മാസം കൊണ്ട് ഞാൻ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് ആർത്തറിന്റെ മാനഫ്ലോ നന്നായിട്ട് തന്നെ കൂട്ടിയിട്ടുണ്ട്. അത് നോട്ടീസബിൾ ഉള്ള എമൗണ്ടിലാണ് കൂടിയിട്ടുള്ളത്. അതേപോലെ ജനറൽ ആർത്തർ, ഇതെന്തായാലും താങ്കൾ വെച്ചോളൂ. ഇതിന്റെ ഡീറ്റെയിൽ ഉള്ള റെക്കോർഡിംഗ് ആൻഡ് എൻ്റെ അനലിസിസുമാണ്. ഇത് വെച്ചുകൊണ്ട് താങ്കൾക്ക് പൊട്ടൻഷ്യലുള്ള ഗ്രോത്ത് ഇനിയും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓ അങ്ങനെയാണോ? റിയലി താങ്ക്സ്. നീ ശരിക്കും ഓവർ ഡൺ ചെയ്തിട്ടുണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ല. താങ്കളുടെ വർക്ക് ചെയ്തത് എൻ്റെ ഒരു പ്ലഷറായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കത്തുള്ളൂ. അതൊക്കെ മതി. നമുക്ക് എന്തായാലും ഇനി ഡിന്നറിലേക്ക് പോവാം. എന്തായാലും ഇന്ന് ജനറൽ ആർത്തർ തന്നെയാണ് നമുക്ക് തരാനായിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ നീയാണ് അവിടെ പേ ചെയ്യേണ്ടത്. പിന്നെ അവനാണ് എന്നെക്കാട്ടും കുറവെന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് ഓടിപ്പോകുന്നുണ്ട്. അല്ലേമില്ലേ ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പോകാം. ഞാൻ എന്തായാലും ഓൾമോസ്റ്റ് ക്ലീൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവളാട്ടെ ആ ഒരു മെഷീൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ മാന ഡെസ്കും മാന പാനലും എന്നെ നന്നായിട്ട്
സഹായിച്ചു. എന്തായാലും റിയലി താങ്ക്സ്. നീ എന്നെ നന്നായിട്ട് എന്നെ മുന്നിലേക്ക് നയിച്ചു. ഡാറ്റാസൊക്കെ കംപ്ലീറ്റ്ലി ആക്യുറേറ്റ് ഒന്നുമല്ല, എങ്കിൽ കൂടി ഈ മെത്തേഡ്സ് ഓക്കെയാണ്. പക്ഷേ ഇവിടെ കിട്ടാത്തതായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ആർത്തറിൻ്റെ സ്പെഷ്യലുള്ള ആ ഒരു ഫോം. അത് സത്യം പറഞ്ഞാൽ ഇൻകാൽക്കുലേബിൾ ആണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ അതെങ്ങനെയാണ്? അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആർത്തറും എല്ലാം കൂടെ ആ ഒരു ഡൈനിങ് ഹാളിലേക്ക് വരുന്നതാണ്. അതാട്ടെ മാജിക്കലുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. ഇത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ഓ, ഇവിടുത്തെ മണം അടിച്ചിട്ട് തന്നെ എനിക്ക് വിശക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആർത്തർ അവിടെയുള്ള ഗ്ലാസ് പോയി എടുക്കാൻ നേരത്ത് നമ്മുടെ എല്ല് വന്ന് എടുക്കാൻ നേരത്ത് അവനൊരു ചെറിയൊരു തല്ല് വെച്ച് കൊടുക്കുകയും ചെയ്യും. ഇത് ആൽക്കഹോളാണ്, നീ കുടിക്കേണ്ട കാര്യമല്ല. അതൊക്കെ എനിക്കറിയാം. അല്ല, നമ്മൾ ഈ ക്യാഷ്വലായിട്ട് ഡ്രസ്സ് ചെയ്താൽ മതിയായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. വിറിയൻ പറഞ്ഞത് അധികം ആൾക്കാർ കാണത്തില്ലെന്നാണ്. നമുക്ക് ഇങ്ങനെ നിന്നാൽ മതിയല്ലോ. വേറൊന്നും കൂടല്ല, കൗൺസിലും ലാൻസും എൽഎസും എല്ലാവരും ഇവിടെ നേരത്ത് നമ്മളിങ്ങനെ നിൽക്കേണ്ട കാര്യം ഓർക്കാൻ നേരത്താണ് പെട്ടെന്നായിരുന്നു അവിടേക്ക് ഹെസ്റ്ററും ക്യാദിലും കയറി വന്നത്. ഈ സമയത്തായിട്ട് അവർ കംപ്ലീറ്റ്ലി ഫോർമൽ ഡ്രസ്സിലായിരുന്നു. അല്ല, ഞാൻ വിചാരിച്ചത് ഇതൊരു ക്യാഷ്വൽ ഡിന്നറാണെന്നാണ്. ക്യാഷ്വൽ ഡിന്നറോ? ഒരിക്കലും അല്ല. അതുകൊള്ളാം, നമ്മൾ മാത്രമുള്ളപ്പോൾ ക്യാഷ്വലായിട്ടാണ് ഞാൻ വിചാരിച്ചത്. പെട്ടെന്നാണ് ബഹഡും ക്യാമസും അവിടേക്ക് വന്നത്. അവരും കംപ്ലീറ്റ്ലി ഡ്രസ്ഡ് ആയിരുന്നു. ഈ സമയത്ത് തന്നെ ബഹഡ് ആലോചിക്കുന്നുണ്ട്, അല്ല നീ എങ്ങനെയാണ് ഈ കോലത്തിൽ ഇവിടേക്ക് വന്നത്? നിന്റെ അപ്രന്റീസ് നിന്നെ ഒന്നും പറഞ്ഞില്ലേ? അത് കഴിയുന്നത് ബാക്കിയുള്ളവരെല്ലാവരും, അതായത് നമ്മുടെ കിങ്സും ക്യൂൻസും അങ്ങനെ വിറിയനും ബാക്കിയുള്ളവർ എല്ലാവരും അവിടേക്ക് വന്നിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ആർത്തൻ്റെ ട്രെയിനിങ് കഴിഞ്ഞുള്ള ഡിന്നറാണെന്നാണ് അവൻ വിചാരിച്ചതെങ്കിൽ കൂടി ഇത് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു. കിങ് ലീഡറിന് ഇപ്പോഴും എന്നെ അധികം വിശ്വാസമില്ലെന്ന് തോന്നുന്നു. എന്താണെന്നറിഞ്ഞൂടാ, പക്ഷേ എൻ്റെ ഹോം കിങ്ഡത്തിനുള്ള ഡിസ്ലോയിലാണ് പുള്ളിക്കാരെ മൊത്തം എനിക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളവരുമായിട്ട് ഞാൻ എൻ്റെ സമയം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. അത് കഴിയുന്നിടത്താണ് പെട്ടെന്ന് ആർത്തർ പോയി അവൻ്റെ വയറ്റിൽ കയറി പിടിച്ചത്. നിനക്ക് ഹാർട്ട് ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ, ഞാനൊട്ട് സീരിയസ് ഒന്നും അല്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിറിയനെ ആർത്തർ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ നേരെ മുന്നിലേക്ക് നടന്നു പോകും. ഈ ചെറുക്കനൊരു വൊട്ടായ വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിടത്ത് ബാക്കിയുള്ള ലാൻസും അവിടേക്ക് വന്നിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് റിട്ടേണിനെ പറ്റി എന്തെങ്കിലും ഇത് കിട്ടിയോ? ഇല്ല, ഞങ്ങൾ അവിടേക്ക് ചെന്നിരുന്നപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ അതൊരു ഫോൾസ് റിപ്പോർട്ട് ആകാനാണ് ചാൻസ് വളരെ കൂടുതൽ. അത് അങ്ങനെ ആകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എങ്കിൽ മാത്രമേ നമുക്കിവിടെ ഇരുന്ന് സമാധാനത്തോടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. അത് ശരിയാണ്, അപ്പം പേടിക്കണ്ട, നമുക്ക് എന്തായാലും സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആർഡറും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ആ ടൈമിലാണ് ദൂരത്തുനിന്ന് ഒരാൾ നടന്നു വന്നത്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ മിക്കയായിരുന്നു. മിക്ക എന്തായാലും റേഡിയസിന് വിട്രേഡൻ കൂട്ടത്തിൽ ഇൻവോൾവ് അല്ലെന്നുള്ള തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് മിക്ക എന്തായാലും സ്വന്തം കോർഡിനേറ്റിന് വേണ്ടി മാത്രമേ നിൽക്കത്തുള്ളൂ. പക്ഷേ മിക്ക കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ ഡോസും ആരുമില്ല, കൗൺസിലും ഇല്ല, അല്ലോട്ട് ആർഡിനറും ഇല്ല. മിക്ക എന്ത് ചെയ്യുമെന്ന് നല്ല ഡൗട്ടുണ്ട്. നീ വിഷമിക്കേണ്ട, നാളെ എന്തായാലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് ഫിൽ ചെയ്ത് കഴിയാം. നീ വിഷമിക്കേണ്ട, നാളെ എന്നാലും ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഫിൽ ചെയ്തു തരാം. അത് കഴിയുന്നത് നമ്മുടെ വിറിയൻ പറയുന്നുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് തന്നെയാണ്. കാര്യം നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ഉള്ള സോൾജേഴ്സും ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. എനിക്കറിയാം നമ്മളിന്നൊരു യുദ്ധത്തിലാണ്, പക്ഷേ നാളെ ഉയർത്തെഴുന്നേക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് അവിടെ എൻജോയ് ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്. സോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തത് കഴിക്കുകയും കുടിക്കുകയും ചിരിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. കാര്യം നാളെ നമ്മുടെ എനിമീസിനെ നമുക്ക് ടാക്കിൾ ചെയ്യേണ്ടതാണെന്ന് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും ഒരേപോലെ തന്നെ അവിടുന്ന് ആഘോഷിക്കുന്നതാണ്. ഈ സമയത്ത് തന്നെ ആർത്തർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഞാൻ നന്നായിട്ട് കുടിച്ചെന്നാണ്. ഈ ഫുഡൊക്കെ ശരിക്കും കൊള്ളാവോ? അല്ല, ആൽക്കഹോൾ എന്നാലും കുഴപ്പമില്ല. ആ ടൈമിൽ എൽ ചോദിക്കുന്നുണ്ട്, ചേട്ടാ എനിക്കും കൂടെ പ്ലീസ്. ഒരു സിപ്പ് മതി എന്ന് പറഞ്ഞത് പെട്ടെന്നിട്ട് അവൾ ആ ഗ്ലാസ് കംപ്ലീറ്റ്ലി എടുത്ത് കുടിക്കുകയും ആർത്തർ പതുക്കെ അവളുടെ വായിന്ന് അതെല്ലാം പുറത്താക്കുകയും ചെയ്യും. അവരെല്ലാം ബാക്കിയുള്ള ഫുഡൊക്കെ അവിടുന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആർത്തറിന് മാത്രം എന്തൊരു വ്യത്യാസം. അവനായിട്ട് ആ ഫുഡിനൊന്നും പ്രത്യേകിച്ച് മണമൊന്നും കിട്ടുന്നില്ല. പെട്ടെന്നായിരുന്നു അവന് വയറിന് എന്തൊരു പ്രശ്നം തോന്നിയത്. അല്ല, ഞാൻ എന്തെങ്കിലും അലർജി ഉണ്ടോ എനിക്ക്? അല്ല, ഇത് വേദനയാണ്, ഇതിൻ്റെ വയറ്, അല്ല ഇതിൻ്റെ വയറ്റിൽ നിന്നും അല്ലെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് അതിൽ ഞെട്ടി എണീറ്റു. ഇത് വരുന്നത് ഇതിൻ്റെ മാനക്കോറിൽ നിന്നാണ്. ആർത്തർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ സമയത്ത് തന്നെ ലാൻസും ബാക്കിയുള്ളവരെല്ലാവരും നോക്കുന്നുണ്ട്. അത് വലിയ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് സാധനമാണ്. അത് കുടിക്കാൻ നിർത്ത് കുറച്ച് പാടായിരിക്കും ഇവന്മാരൊക്കെ കിട്ടാനായിട്ട്. കാര്യം അത് സ്ട്രോങ്ങസ്റ്റ് മാൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയും. ശരിയാണ്, എൽഡർ ബഹഡ് പറഞ്ഞ് ശരിയായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാനെന്തായാലും ഇന്ന് പോകുവാണ്, നിങ്ങളെന്തായാലും എൻജോയ് ചെയ്തോളെന്ന് പറഞ്ഞിട്ട് ആർത്തറായിട്ട് പതുക്കെ അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് അവരെല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കാൻ നേരത്ത് ആർത്തർ പതുക്കെ നടന്ന് ഒരു റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ മാനക്കോറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ആരെങ്കിലും എന്നെ പോയിസൺ ചെയ്തോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആർത്തർ നേരെ താഴത്തേക്ക് അവിടെ ഇരുന്നു. അടുത്ത സെക്കൻഡ് യൂട്ടോടെ ഹോൺസ് അവൻ കയ്യിലേക്ക് എടുക്കാൻ നേരത്ത് അതും അവൻ്റെ മാനക്കോറും കൂടെ എന്തോ സിങ്ക് ആവുന്നുണ്ടായിരുന്നു. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഇത് മരണത്തിലേക്കിട്ട് മികച്ച വേദനയെന്ന് പറഞ്ഞിട്ട് ആർത്തർ നേരെ അവിടെ ബോധം കെട്ട് വീഴുവാണ്. ഈ വർഷം എൻ്റെ കീ പൂള് കാരണമാണ് എന്നെ ബാക്കിലേക്ക് വലിച്ചത്. അടുത്ത വർഷം ഒരിക്കലും അങ്ങനെ ഉണ്ടാകാനായിട്ട് പാടില്ല. ഇതേ സമയം നമ്മുടെ ആർത്തറിനെ നോക്കി നിക്കോയും കാസിയും ഒരു സ്ഥലത്ത് നിപ്പോണ്ടായിരുന്നു. ആർത്തറും കൈപ്പൊക്കെ കാണിക്കുകയും ചെയ്യും.
എന്തായാലും ഞാൻ വീണ്ടും ഒരു 3rd ഡിവിഷനിൽ വന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു മെൻറ്ററെങ്കിലും ഉണ്ടല്ലോ. എന്തായാലും അവളുടെ കീ പോളും യൂട്ടിലൈസേഷനും എല്ലാം ഇമ്പ്രസീവ് ആയിരുന്നു. അവൾ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കും. എന്തായാലും സഹായം എവിടെ നിന്നൊക്കെ കിട്ടുന്നോ അതെല്ലാം ഞാൻ യൂട്ടിലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നേറാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ലേഡി വിറ ഈ പേര് ഞാൻ എവിടെ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഗ്രേയുടെ പുറകിൽ കൂടെ വന്ന് ഒരുത്തൻ ഗ്രേനെ കയറി പിടിച്ച് അവൻ്റെ ബോധം കെടുത്തുന്നത്. ഗ്രേയുടെ ബോധം കെട്ട് അന്നേരം താഴ്ചയ്ക്ക് വീഴും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആർത്തറിനെയാണ്. അവനോട്ടെ പെട്ടെന്ന് ഞെട്ടി എണീറ്റു. അല്ല, അതെന്താണ് സംഭവിച്ചത്? അവന് പോലും മനസ്സിലാകുന്നില്ല. കാര്യം അവൻ്റെ ചുറ്റിനും ചെറിയൊരു വെളുത്ത ഓറയുണ്ടായിരുന്നു. അല്ല, ഇത് ഞാനത് ചെയ്തിരിക്കുന്നു. അവസാനം ഞാൻ ഒരു വൈറ്റ് കോർ മേജ് ആയിരിക്കുന്നു. ഈ മാനഫ്ലോ ഒക്കെ എനിക്ക് അത് കഴിഞ്ഞ നേരത്ത് ആ റൂം മുഴുവൻ അവൻ വിൻഡും ഫയറും ഐസും എർത്തുകൊണ്ടുള്ള പല പല എലമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അല്ലിസ് എന്തായാലും അവളുടെ ഡേറ്റാസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു. മാജിക് സ്പെൽസ് എന്ന് പറയുന്നത് ശരിക്കും ലിമിറ്റഡ് ആണ്. ഗസ്റ്റേഴ്സും ചാൻസ് ഒക്കെ യൂസ് ചെയ്താണ് ഓരോരുത്തരും അത് യൂസ് ചെയ്യുന്നത്. ഓർഗാനിക് മാജിക് യൂസ് ചെയ്യുന്നത് അത് അത്രത്തോളം പാടാനുള്ളൊരു കാര്യമാണ്. അതേപോലെയാണ് അത് കൺട്രോൾ ചെയ്യുന്നതെന്നും. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ളത് പോലെയുണ്ട്. എന്തായാലും നന്നായി, ഞാനൊരു വലിയൊരു ബ്രേക്ക് ത്രൂവിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത് ഒരു ലാൻഡ്സും എന്തുകൊണ്ടാണ് അവരുടെ മാനസൊക്കെ ഇത്ര നന്നായിട്ട് സ്കിൽഫുള്ളി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഈവൻ ഇനി എൻ്റെ റിലമാർഡ് യൂസ് ചെയ്ത് എനിക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആർത്തർ ആ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോയപ്പോഴാണ് ആർത്തർ, സിൽവി എന്തു പറ്റി? ഒന്ന് വേഗം വാ, എന്തുമൊക്കെ സംഭവിക്കുന്നു, സിൽവി എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ആർത്തർ നേരെ അവളുള്ള ആ റൂമിലേക്ക് പാഞ്ഞു ചെല്ലും. എന്നിട്ട് അതായിട്ട് തുറന്നിട്ട് ചോദിക്കുകയും ചെയ്യും, സിൽവി നീ ഓക്കെ അല്ലേ? പക്ഷേ ആർത്തർ കണ്ട കാഴ്ച അവനെ ഞെട്ടിക്കുന്നതായിരുന്നു. സിൽവി, ഇത് നീ തന്നെയാണോ? അപ്പോഴാണ് അവൾ പറഞ്ഞത്, ഹായ് ആർത്തറിനെ അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കുറച്ചു നേരം അവർ രണ്ടുപേരും മുഖാമുഖം നോക്കിക്കൊണ്ട് നിന്നു. ഇനി നീ എത്ര നേരം എന്നും പറഞ്ഞ എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പോകുന്നത്? അല്ല, എന്നോട് ക്ഷമിക്ക്, ഞാനിപ്പോഴും ഇത് പ്രോസസ്സ് ചെയ്യുന്നേ ഉള്ളൂ. അല്ല, എന്താണ് ഇവിടെ പറ്റിയത്? ഞാൻ യൂട്ടയുടെ ഹോണിൽ നിന്നുള്ള മാനൊക്കെ അബ്സർവ് ചെയ്യുമായിരുന്നു. പെട്ടെന്നാണ് അത് ഫൈനലി ബ്രേക്കായത്. എൻ്റെ അമ്മ എൻ്റെ മേത് വെച്ചിരുന്ന ആ ഒരു ഹിഡനായുള്ള കാര്യം അത് ബ്രേക്കായി. ഓ അങ്ങനെയാണ്. അപ്പോൾ സീല് ബ്രേക്കായി. നിനക്ക് ഹ്യൂമൻ ഫോംസ് ആശ്വാസം യൂസ് ചെയ്യാനായിട്ട് പറ്റിയല്ലേ? എൻ്റെ ബോഡി കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് എങ്ങനെ പറഞ്ഞു തന്നെയൊന്നും എനിക്കറിയാൻ മേലെന്ന് പറഞ്ഞപ്പോൾ അവൾ നേരെ താഴത്തേക്ക് വീണു. സിൽവി നീ ഓക്കെ അല്ലേ? പെട്ടെന്നായിരുന്നു അവൾ വളരെ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അവളായിട്ട് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഓ അപ്പോൾ നിനക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലേ? അതേസമയം ആർത്തർ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? നമ്മുടെ സിൽവയുടെ ചാറ്റിൽ അബ്നോർമലുള്ള മാനസും നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതെന്തായാലും നന്നായി, നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് കണക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റി. ഇതെന്തായാലും വളരെ എളുപ്പമാക്കാനും പറ്റി. ഞാൻ ഒരു തവണ കൂടെ ചോദിക്കും, നീ ആരാണ്? അപ്പോൾ അവൾ ഒന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ പേര് അഗ്രോണ. ഞാനാണ് ആലാക്കരുടെ ലീഡർ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സീസൺ തന്നെ ഇവിടെ അവസാനിക്കുന്നത്.